കഴിഞ്ഞ ദിവസം നമ്മളൊരു ലോ കഥ പഠിച്ചിരുന്നു അല്ലേ, ഒരു ചെറിയൊരു കഹാനി പഠിച്ചില്ലേ. ഇന്ന് നമ്മൾ എന്താണ്, ഒരു പുതിയ കഹാനിയാണ് പഠിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 4ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കഹാനി നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിയോളൂ. അതാണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പുതിയ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതാണ്ടേ ഈ കൈ ചാറ് 4ാമത്തെ ഇതാണ് പഠിക്കുന്നത്. ഓക്കെ, നന്ന ഉല്ലു എന്ന് പറയുന്ന കഹാനിയാണ് നമ്മൾ പഠിക്കുന്നത്. നന്ന ഉല്ലു അതായത് ചെറിയ മൂങ്ങ. ഉല്ലു എന്ന് വെച്ചാൽ മൂങ്ങയാണ്, നന്ന എന്ന് വെച്ചാൽ കുഞ്ഞു പക്ഷി. എന്താണ് ചെറിയ മൂങ്ങയുടെ കുഞ്ഞിൻ്റെ ഒരു കഹാനിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു പയ്യനാണെങ്കിൽ എന്താണ്, ഒരു മരത്തിന് കൊത്തിൽ ഒരു മൂങ്ങ ഇങ്ങനെ താഴേക്ക് നോക്കുന്നു. ഒരു പയ്യൻ അവിടെ നോക്കുന്നു അല്ലേ. ഇതിൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, പോത്തി പടിപടി ജഗുമുഖ പണ്ഡിത് ഭയാനകോയി തായി അച്ചർ പ്രേമിക പഠേ സോ പണ്ഡിത് ഹോയി. അത് ചെറിയൊരു കവിതയുടെ 2 വരികളാണ് കൊടുത്തേക്കുന്നത്. പോത്തി പടിപടി ജഗുമുഖ പണ്ഡിത് ഭയാനകോയി തായി അച്ചർ പ്രേമിക പഠേ സോ പണ്ഡിത് ഹോയി. അത് പറയാണ്, പോത്തി പടിപടി ജഗുമുഖ അതായത് വലിയ വലിയ അക്ഷരങ്ങൾ, വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ട് നമ്മളാരും പണ്ഡിതന്മാരായിട്ട് മാറുന്നില്ല. വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ട് നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, പണ്ഡിതരായിട്ട് മാറുന്നില്ല. തായി അച്ചർ പ്രേമിക പടേ സൗ പണ്ഡിത് ഹോയി. ആരാണോ പ്രേമം എന്ന് പറയുന്ന, സ്നേഹം എന്ന് പറയുന്ന 2 അക്ഷരം പഠിക്കുന്നത്, ആ അക്ഷരം പഠിക്കുന്ന ആളാണെന്ത്, ഏറ്റവും വലിയ പണ്ഡിതൻ. അതായത് വലിയ വലിയ പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ പഠിച്ചിട്ട് നിങ്ങളാരും എന്താണ്, വലിയ പണ്ഡിതന്മാരായിട്ട് മാറുന്നില്ല. പ്രേമം എന്ന് പറയുന്ന ആ 2.5 അക്ഷരം ആരാണോ പഠിക്കുന്നത്, ആ 2.5 അക്ഷരം സ്നേഹം എന്നതിന്, സ്നേഹത്തെ പഠിക്കുന്നത് ആരാണോ അവരായിരിക്കും വലിയ പണ്ഡിതന്മാർ. അല്ലാതെ വലിയ പുസ്തകങ്ങൾ വെച്ച് പഠിക്കുന്നവരാരും വലിയ പണ്ഡിതന്മാരല്ല. ഇപ്പം നമ്മൾ വലിയ പഠിത്തക്കാരാണ്, വലിയ പുസ്തകങ്ങളൊക്കെ വെച്ച് എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താണ് പ്രേമം, സ്നേഹം, എല്ലാവരോടും സ്നേഹവും പ്രേമവും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള ആളുകളാണ് എന്ത്, പണ്ഡിതന്മാരായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നമുക്ക് കഹാനിയിലേക്ക് കടക്കാം. നന്ന ഉല്ലു എന്നാണ് കഹാനിയുടെ പേര്. അതായത് ചെറിയ മൂങ്ങയുടെ കുഞ്ഞ്. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു മരക്കൊമ്പിൽ ഒരു മൂങ്ങയും അതിൻ്റെ കുഞ്ഞും ഒക്കെ ഉള്ളത്. കഹാനിയാണ്, നോക്കിക്കോളൂ. ഇതിൽ 2 കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഈ മൂങ്ങയും അതിൻ്റെ അമ്മ, അതായത് അമ്മയായിട്ടുള്ള മൂങ്ങയും അതേപോലെ അതിൻ്റെ കുട്ടി, ആ ചെറിയ മൂങ്ങയുമാണ് ഇതിലെ 2 കഥാപാത്രങ്ങൾ. जब वह 2 साल का हो गया तो नन्हे उल्लू ने सवाल पूछना शुरू किया. पूरी रात वह अपनी अम्मा के संग सितारे के नीचे बैठ रहता. आसमान में कितने सितारे हैं? उसके एक रात अम्मा से पूछा. बहुत से, अम्मा ने जवाब दिया. कितने? नन्हे उल्लू ने आसमान की ओर देखते हुए पूछा. उसकी अम्मा मुस्कुराने लगी. तुम गिनकर देख लो. അതായത് കഹാനിയിലെ 2 കഥാപാത്രങ്ങളായിട്ടുള്ള അമ്മ മൂങ്ങയും കുഞ്ഞു മൂങ്ങയും അവർ തമ്മിലൊരു സംഭാഷണമാണ് കൊടുത്തേക്കുന്നത്. ജബ് വഹ് 2 സാൽ ഹോ ഗയാ, എപ്പോഴാണോ അവന് 2 വയസ്സായി തുടങ്ങിയത്. തോ നന്നെ ഉലുനെ സവാൽ പൂച്ഛന ശുരു കിയ. ചെറിയ മൂങ്ങ എന്ത് ചെയ്യാൻ തുടങ്ങി, ക്വസ്റ്റ്യനുകൾ ചോദിക്കാനായിട്ട് തുടങ്ങി. പൂരി രാത് വഹ് അപ്പനെ അമ്മാക്കെ സംഘ സിതാരേക്ക് നീച്ചെ ബൈഠ് രഹത. രാത്രി മൊത്തത്തിലും അവൻ എങ്ങനെയാണ്, നക്ഷത്രങ്ങളുടെ താഴെയായിട്ട് അമ്മയുടെ ചിറകിനടിയിൽ ഇങ്ങനെ ഇരിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് അമ്മയുടെ ചിറകിനടിയിൽ കയറി ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ നോക്കി ഇരിക്കുകയാണ് അവൻ്റെ പതിവ്. അപ്പം എന്താണ് ആസ്മാൻ, എന്നിട്ടോ പൂരി രാത്ത് വഹ അപ്പനി അമ്മാക്കെ സംഘ സിതാരേക്ക് നീച്ചെ ബൈഠ് രഹത. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, ആസ്മാൻ മേ കിതനെ സിതാരേ ഹേ? ഉസ്നെ ഏക് രാത്ത് അമ്മാസെ പൂച്ച. ഒരു രാത്രി അവൻ അമ്മയോട് ചോദിച്ചു, ആസ്മാൻ മേ കിതനെ സിതാരേ ഹേ? ആകാശത്ത് എത്ര നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും? സിതാര എന്ന് വെച്ചാൽ നക്ഷത്രം. ബഹുത്ത് സേ, അമ്മാനെ ജവാബ് ദിയ. ധാരാളമുണ്ട്, അമ്മ മറുപടി പറഞ്ഞു. കിതനെ? നന്നെ ഉലുനെ ആസ്മാൻ കി ഓർ ദേഖ്തേ ഹുയേ പൂച്ച. എത്ര കാണും? അവൻ ആകാശത്തേക്ക് നോക്കിയിട്ട് അമ്മയോട് ചോദിക്കുകയാണ്. ഉസ്കി അമ്മ മുസ്കുരാനെ ലഗി. അവൻ്റെ അമ്മ ചിരിക്കാൻ തുടങ്ങി. തും ഗിൻഗർ ദേഖ്ലോ, നീ പോയി എണ്ണി നോക്കൂ. എന്നിട്ട് അമ്മ പറയാണ്, നീ പോയി എണ്ണി നോക്കൂ. ചില കൊച്ചു കുട്ടികളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർക്ക് എപ്പോഴും ഒക്കെ സംശയമായിരിക്കും. എന്ത് കാണാൻ, ഇതെന്താണ്, അതെന്താ അങ്ങനെ ഇരിക്കുന്നത്, അതെന്താ ഇങ്ങനെ അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ കുഞ്ഞു പിള്ളേർ. അതേപോലെ ഈ കുട്ടി, ഈ 2 വയസ്സായിട്ടുള്ള ഈ മൂങ്ങ എന്ത് ചെയ്യാണ്, അവൻ തൻ്റെ അമ്മയോട് പല സംശയങ്ങൾ ചോദിക്കണം. അങ്ങനെ അവൻ ഒരു ദിവസം ചോദിച്ചതാണെന്ത്, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? അപ്പം അമ്മ പറഞ്ഞു ധാരാളം ഉണ്ട്.
അപ്പോൾ അവൻ ചോദിക്കും എത്ര എണ്ണം ഉണ്ട്, കറക്റ്റ് എണ്ണം ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അമ്മ പറഞ്ഞത് നീ പോയി എണ്ണി നോക്കൂ എന്ന് അമ്മ ഒരു മറുപടി നൽകി. പിന്നീട് എന്ത് സംഭവിച്ചു? 1 2 3 4 1 100 1 100 2 जब सूरज निकला नन्ना उल्लू तब भी गिन रहा था. അടുത്ത് പറയാണ് 1 2 3 4. ഇത് കേൾക്കേണ്ട താമസം അവൻ എന്ത് ചെയ്തു? എണ്ണാനായിട്ട് തുടങ്ങി. 1 2 3 4 എന്ന് അവന് എണ്ണി തുടങ്ങി. അങ്ങനെ എണ്ണി എവിടെ വരെ എത്തി? 101 101. പിന്നെ 102 102. ജബ് സൂരജ് നികല നന്നാ ഉല്ലു തബ് ഭീ ഗിൻ രഹാ. എപ്പോഴാണോ സൂര്യൻ ഉദിച്ചത് അപ്പോഴും അവൻ എണ്ണിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. 1000 1 1000 2 1001 1002. അങ്ങനെ അവൻ എണ്ണിക്കൊണ്ടേയിരിക്കുന്നു. കിതനെ സിതാരെ ഹേ ആസ്മാൻ മേ. എത്ര നക്ഷത്രമുണ്ട് ആകാശത്ത്? അമ്മാനെ നന്നേ ഉല്ലു സേ പൂച്ച. നന്നേ ഉല്ലുനെ കിതനെ സിതാരെ ഹേ ആസ്മാൻ മേ. അമ്മാനെ നന്നേ ഉല്ലു സേ പൂച്ച. इतने की मैं गिन भी नहीं सकता. नन्हे उल्लू ने पलके झपकते हुए कहा है और अपना सिर पंखों में चिपका कर गया. अगली रात नन्हे उल्लू ने एक बार फिर आसमान की ओर देखा. अम्मा आसमान कितना ऊंचा है, बहुत ऊंचा. അങ്ങനെ അവൻ ആകാശത്ത് പോയി നക്ഷത്രങ്ങൾ എണ്ണി തുടങ്ങി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എത്ര നക്ഷത്രം എണ്ണി? 1000 1 1000 2 1001 1002. അത്രയും വരെ. നേരെ വെളുത്തപ്പോഴത്തേക്ക് ഇവന് 1001 1002 വരെ എണ്ണി എടുത്തു അല്ലേ? പിന്നീട് എന്ത് സംഭവിച്ചു? കിതനെ സിതാരെ മേ ആസ്മാൻ മേ. അപ്പൊ അമ്മാനെ നന്നെ ഉല്ലൂസെ പൂച്ച. അമ്മ അവനോട് ചോദിക്കുകയാണ് എത്ര നക്ഷത്രമുണ്ട് ആകാശത്ത്? ഇതിനേക്ക് മേ ഗിൻഫി നഹി സക്ത. എനിക്ക് ഇതുവരെ ആയിട്ടും എണ്ണി തീർക്കാനായിട്ട് കഴിഞ്ഞില്ല. നന്നെ ഉല്ലുനെ പൽക്കെ ചക്തേ ഹുയേ കഹ. നന്നെ ഉല്ലു എന്ത് ചെയ്തു? തൻ്റെ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പറയുകയാണ്. അപ്നാ സിർ പങ്കോമേൻ ചുക്കാർ ഗയ. തൻ്റെ തല എന്തു ചെയ്തു? തൻ്റെ ചിറകുകൾക്കുള്ളിലേക്ക് പൂഴ്ത്തി വെച്ചു. എന്നിട്ട് അവൻ അമ്മയോട് പറയാം എനിക്ക് ഇതുവരെ ആയിട്ടും എണ്ണി തീർക്കാൻ കഴിഞ്ഞില്ല. അഗലി രാത്രി നന്നെ ഉല്ലുനെ ഏക് ബാർ ഭി ആസ്മാൻ കി ഓർ ദേഖാ. അടുത്ത ദിവസം അവൻ എന്ത് ചെയ്തു? രാത്രി ഒരു പ്രാവശ്യം കൂടി ആകാശത്തേക്ക് നോക്കി. ആകാശത്തെ നക്ഷത്രത്തിനെ എണ്ണി തീർക്കാനായിട്ട് കഴിയുമോ? ഇല്ല അല്ലേ? എത്ര നക്ഷത്രങ്ങളല്ലേ? അപ്പൊ ഇവൻ എണ്ണി തുടങ്ങിയിട്ട് ഇവന് പറ്റിയോ? ഇല്ല. ഇവൻ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? ഇവന്റെ ചിറകിനുള്ളിലേക്ക് തലയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവൻ പറയുകയാണ് എന്ത്? എനിക്ക് എണ്ണി തീർക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നല്ലേ. അടുത്ത ദിവസം അവൻ എന്ത് ചെയ്തു? ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി തന്നെ നിന്നു. എന്നിട്ടോ അമ്മ ആസ്മാൻ കിതനാ ഊഞ്ചാ ഹേ. എന്നിട്ട് ഇവൻ അമ്മയോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക. അമ്മേ ആകാശം എത്ര ഉയരത്തിലാണ്? ബഹുത് ഊഞ്ച. വളരെ ഉയരത്തിലാണല്ലേ. ആകാശം എത്ര ദൂരമുണ്ട്? വളരെ പൊക്കമാണ്. നമുക്ക് പറ്റുമോ? എത്ര ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. പിന്നെ എന്ത് ചെയ്തു? അടുത്ത ദിവസം കിതനാ ഊഞ്ച നന്നെ ഉല്ലുനെ ഫിർ പൂച്ച. അവന് പിന്നെ അറിയണം എത്ര ദൂരമുണ്ട് ആകാശത്തെന്ന്. ജാവോ ജാക്കർ ദേഖലോ. അമ്മാനെ കഹ. പോകൂ, നീ പോയി നോക്കിയിട്ട് വാ എത്ര ദൂരം ഉണ്ടെന്ന് അല്ലേ. തോ നന്നാ ഉല്ലു ഊപ്പർ ആസ്മാൻ മേയുട. ഇത് കേൾക്കേണ്ട താമസം. എന്ത് സംഭവിച്ചു? ഈ കുഞ്ഞു മൂങ്ങ മുകളിലേക്ക് പറന്നു, ആകാശത്തേക്ക് പറന്നു. അവനെ പേടിച്ച് ബഹുത്തോപ്പർ താൻ ഇരുന്ന മരത്തിനെ കാട്ടി ഉയരത്തിൽ അവൻ പറന്നു തുടങ്ങി. എന്നിട്ടോ ബാദലോം സേ ഊപ്പർ ഉഡ് രഹാ താ. അവൻ മേഘങ്ങളെ കാട്ടി പൊക്കത്തിൽ ഉയർന്നു പറന്നു. എന്നിട്ട് ഇത് സംഭവിച്ചു. ലേക്കിൻ വക ജിതനാ ഊപ്പർ ജാത്ത ആസ്മാൻ ഭീ ഊപ്പർ ചലാ ജാത്ത. അവൻ എത്ര ഉയരത്തിൽ അങ്ങോട്ട് പറന്ന് ചെല്ലുത്തോറും എന്ത് സംഭവിക്കുക? ആകാശം പിന്നെയും ഉയരത്തിലേക്ക് പോവുകയാണ്. തോ കിതനാ ഊഞ്ചാ ഹേ ആസ്മാൻ അമ്മാനെ പൂച്ച. അപ്പൊ അമ്മ ചോദിക്കുകയാണ് എത്ര ഉയരത്തിലുണ്ട് ആകാശം? ഇतना ऊंचा कि मैं उठकर पहुंचेगी नहीं सकता. നന്നെ ഉല്ലുനെ ജവാബ് ദിയ. അവൻ ഉത്തരം പറയാണ് ഞാൻ എത്ര ഉയരത്തിൽ പറഞ്ഞു തന്നിട്ട് എന്താണ് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ആകാശം എത്ര ഉയരത്തിലുണ്ടെന്ന്. फिर उसने अपनी आंख बंद की और झट से सो गई. പിന്നീട് അവൻ എന്ത് ചെയ്തു? തൻ്റെ കണ്ണുകൾ അടച്ചു ഉറങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്ത് സംഭവിച്ചു? നമ്മുടെ നന്നെ ഉല്ലു അല്ലേ 2 പ്രാവശ്യം, അതായത് ആദ്യമേ അമ്മയോട് സംശയം ചോദിച്ചു എന്ത് ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന്. അങ്ങനെ അവൻ നക്ഷത്രം എണ്ണി. അമ്മ പറഞ്ഞു എണ്ണിക്കൊണ്ട് വരുമെന്ന്. അവൻ പോയി നക്ഷത്രം എണ്ണിയിട്ട് അവന് കണ്ടെത്താൻ കഴിഞ്ഞോ എത്ര നക്ഷത്രം ഉണ്ടെന്ന്? ഇല്ല. പിറ്റേ ദിവസം രാത്രിയിൽ അവൻ എന്ത് ചോദിച്ചു? ആകാശം എത്ര ഉയരത്തിലാണെന്നല്ലേ. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? നീ പോയി ഉയരം കണ്ടെത്തിക്കൊണ്ട് വരാനല്ലേ. അപ്പൊ ദൂരം കണ്ടുപിടിക്കാൻ പറ്റിയോ ആകാശത്തിന്റെ? ഇല്ല അല്ലേ. പിന്നീട് അടുത്ത ദിവസം അടുത്ത സംശയമായിട്ട് അവൻ എത്തിയിരിക്കുകയാണ്. അകലി രാത്രി നന്നെ ഉല്ലുനെ സമുദ്രക്ക് ലഹരോഗി ആവാസുനി. അടുത്ത ദിവസം രാത്രിയിൽ അവന് എന്ത് കേട്ടു? സമുദ്രത്തിന്റെ ഒച്ച കേട്ടു. അതിന്റെ തിരമാലകളുടെ സൗണ്ട് അവൻ കേൾക്കുകയാണ്. സമുദ്രത്തിൽ തിരമാലകൾ അടിക്കുന്ന സൗണ്ട് ഇല്ലേ, അതവൻ കേട്ടു.
എന്നിട്ടോ സമുദ്രമേ കിത്നി ലഹരേ ഹേ, എന്നിട്ട് അവൻ അമ്മയോട് ചോദിക്കുകയാണ്. ഉസ്നെ അമ്മാസെ പൂച്ച, അവൻ അമ്മയോട് ചോദിക്കുകയാണ്, സമുദ്രമേ കിത്നി ലഹരേ ഹേ, സമുദ്രത്തിൽ എത്ര തിരമാലകൾ കാണും? ബഹുത്തുസി, അമ്മ ബോലി, അമ്മ പറഞ്ഞു ധാരാളം ഉണ്ട്. കിത്നി, എത്ര? നന്നെ ഉലുനെ ഫിർ പൂച്ച, നന്നെ ഉലു പിന്നെ ചോദിക്കണം എത്ര ഉണ്ട് പറ. അപ്പം അമ്മ പറയുകയാണ് എന്ത്, അമ്മാനെയും ജവാബ് തീയ, അമ്മ മറുപടി പറയുകയാണ് എന്ത്, ജാവോ ജാക്കർ ഗില്ലോ, പോകൂ പോയി നീ എണ്ണിക്കൊണ്ട് വരൂ. നന്ന ഉല്ലു ഉട്കർ സമുദ്രക്ക് കിനാരെ പഹൂഞ്ച. ഇത് കേൾക്കേണ്ട താമസം. നന്ന ഉല്ലു എന്ത് ചെയ്തു? സമുദ്രത്തിന്റെ അടുത്തേക്ക് പറന്നു. ഗിനിനേലക അവൻ എണ്ണാൻ തുടങ്ങി. 1 2 3 11 12 13, 1 2 3 4 അവൻ അങ്ങനെ എണ്ണി തുടങ്ങി. 1000 1002, അവൻ എവിടെ വരെ എത്തി? 1001 1002, അങ്ങനെ അവൻ ഇങ്ങനെ തിരമാലകൾ എണ്ണുവാ. സമുദ്രത്തിന്റെ സൈഡിൽ പോയി, കടലിന്റെ സൈഡിൽ പോയി ഇവൻ എണ്ണുവാ ഇങ്ങനെ. और जब सूरज निकला तो उसने देखा कि समुद्र अभी लहरों से भरा हुआ था. സൂര്യൻ ഉദിച്ചിട്ട് എന്താണ് അവൻ നോക്കുമ്പോൾ കാണുന്നത് എന്താ? തിരമാലകൾ കൊണ്ട് പിന്നെയും പിന്നെയും ആ സമുദ്രം നിറയുകയാണ്. തിരമാലകൾക്ക് വല്ല അന്ത്യം ഉണ്ടോ? ഇല്ല അല്ലേ? അത് കാറ്റടിക്കുന്നതിനനുസരിച്ച് പിന്നെ പിന്നെ ഇങ്ങനെ വരികയല്ലേ. അമ്മാസെ പാസ് ലൗട്ടായ അവൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. तो कितनी लहरें हैं समुद्र में, അമ്മാനെ പൂച്ച. അമ്മ ചോദിച്ചു എത്ര നക്ഷത്രമുണ്ട്, എത്ര തിരമാലകളുണ്ട് ആ സമുദ്രത്തില്? ഇതിനേക്ക് മേ ഗിൻപി നഹി സക്തി, ഇത്രയായിട്ട് എനിക്ക് എണ്ണി തീർക്കാനായിട്ട് കഴിഞ്ഞില്ല. നന്ന ഉല്ലു ആകെയും മിസ് മിശാത്തേ ഹുയെ പോലെ, നന്ന ഉല്ലു തൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ട് അടച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് ഇത്രയുമായിട്ട് എന്താണ് എണ്ണി തീർക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം നമ്മുടെ ആ ചെറിയ മൂങ്ങയ്ക്ക് എണ്ണി തീർക്കാനായിട്ട് കഴിഞ്ഞോ? ഇല്ല ഇല്ലേ? അവനെന്ത് ചെയ്യുകയാണ്? അവൻ ഇപ്പോഴും എന്താണ് തിരമാലകൾ ഇങ്ങനെ എണ്ണിയിട്ട് കഴിയുന്നുണ്ടോ? ഇല്ല, എണ്ണി തീർക്കാനായിട്ട് അവന് കഴിഞ്ഞില്ല അല്ലേ. അപ്പം ഈ കഹാനിയില് എന്താണ് നമ്മൾ കഹാനിയുടെ കുറച്ച് ഭാഗമാണ് മക്കളെ പഠിച്ചത് കേട്ടോ. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇതിന്റെ ബാക്കി ഭാഗം. അപ്പൊ ഈ നന്ന ഉല്ലു എന്ന് പറയുന്ന കഹാനിയില് ആ ചെറിയ സംശയം ഉള്ള ആ ചെറിയ മൂങ്ങയുണ്ടല്ലോ, അവനെന്താണ് 2 വയസ്സായപ്പോഴേ അവന്റെ അമ്മയോട് സംശയങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് അവനെന്താണ് നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കുന്നു. എന്നിട്ട് എണ്ണം എടുക്കാൻ കഴിഞ്ഞോ? ഇല്ല. പിന്നെന്ത് ചെയ്യുന്നു? ആകാശത്തിന് ഉയരം കണ്ടെത്താൻ പോകുന്നു. എന്നിട്ട് കഴിഞ്ഞോ? ഇല്ല. അതെന്താണ്? അനന്തമാണല്ലേ. നക്ഷത്രം എന്താ? അനന്തമാ. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ടല്ലേ. അതേപോലെ എന്താണ് ആകാശത്തിന് ഉയരം എന്താണ് നമുക്ക് അളക്കാനായിട്ട് കഴിയത്തില്ല. പിന്നെ അടുത്ത ആകാശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതാണ്. അടുത്ത എന്താണ്? പിന്നെ സമുദ്രത്തിന്റെ തിരമാലകളല്ലേ, എണ്ണിയെടുക്കാൻ പറ്റിയോ അവന്? ഇല്ല. അതും എന്താണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. അപ്പൊ ഇതിന്റെ ഒന്നും അളവ് കണ്ടെത്താനേ നമുക്ക് കഴിയത്തില്ല. ഇതെല്ലാം അനന്തമാണല്ലേ. അപ്പൊ നമ്മൾ ഈ കഹാനിയിൽ നിന്ന് അത്രയും മനസ്സിലായല്ലോ, എല്ലാം എന്താണ് അനന്തമാണെന്നല്ലേ. അപ്പൊ നമ്മൾ നന്ന ഉല്ലുവിന്റെ ഒരു ചെറിയ കുസൃതിയുള്ള ഒരു നന്ന ഉല്ലുവിന്റെ കഹാനിയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ നമുക്ക് ഈ കഹാനിയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബാക്കി ഭാഗം. അപ്പൊ ഇന്നത്തെ കഹാനി നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കാമല്ലോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ പോയിട്ട് ഇതൊന്നും കൂടി ഇന്ന് വായിച്ചൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.